ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തുറക്കലപ്പമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. അവർക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു തുറക്കലപ്പം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ പുതിനയും ഇഞ്ചി പിന്നെ ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ലൂസാവാൻ പാടില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്കിത് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറുനാരങ്ങൻ്റെ നീര് മാത്രമായിട്ട് ഞാൻ യൂസാക്കുന്നത്. ഇനി ഇതിലോട്ട് ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വിനീഗറും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കാം കേട്ടോ. ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഒന്ന് വേവിച്ചെടുത്താലും മതി. ഈ ഒരു മസാലയാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടും അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾക്ക് ഇതിനായിട്ട് മസാലയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇനിതാ മൈദയാണ് ആവശ്യം. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതാ ഈസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കപ്പിന് ഓരോ ടേബിൾ സ്പൂൺ വിധത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂണ് വീതം, 1 കപ്പിന് 1 ടീസ്പൂൺ വീതം, അപ്പോൾ 3 ടീസ്പൂണ് വീതം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ പാൽ വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാൽപ്പൊടിക്ക് പകരം പാൽ വേണമെങ്കിൽ യൂസ് ആക്കാം. പാലും പാൽപ്പൊടിയും ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മളിത് നന്നായിട്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ അത്രയും ഹാർഡാക്കണ്ട, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. 1.5 മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ 1.5 മണിക്കൂറിന് ശേഷം ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്നും കൂടെ കുഴച്ചിട്ട് നമുക്ക് കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നല്ലോണം തിന്നാക്കി പരത്തണ്ട കേട്ടോ, കുറച്ച് തടിയിൽ തന്നെ പരത്തണം. ഇനി നമ്മളിത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാത്രമാണ് എന്നിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, നമുക്ക് എവിടെയാണ് ഈ ഒരു ഫില്ലിങ് ചെയ്യേണ്ടത് എന്നെല്ലാം. ഇങ്ങനെയാണ് എന്നിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലോട്ട് ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പീസാക്കി വെച്ചാൽ തന്നെ മതി. ഇനി അതിൻ്റെ മുകളിലോട്ട് ചമ്മന്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ചമ്മന്തി ഇതുപോലെ കുറച്ച് ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, 1/2 ടീസ്പൂണെല്ലാം വെച്ചാൽ മതി. ഇനി നമ്മളിതിലോട്ട് മയോനൈസാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ മയോനൈസ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ മയോനൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ട്, കണ്ടു നോക്ക്. നല്ല ടേസ്റ്റുള്ള ഒരു മയോനൈസാണ് കേട്ടോ. ആ ഒരു മയോനൈസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതൊന്ന് മടക്കി എടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യണമെന്നില്ല, നമ്മൾ വേറൊരു ഷീറ്റ് പരത്തിട്ട് അതിൽ ചെയ്താലും മതി കേട്ടോ. ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്തുണ്ടല്ലോ അത് തുറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ഒന്നും കൂടെ കൈ കൊണ്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെക്കാം ഒരു പ്ലേറ്റിലോട്ട്. കാരണം കുറച്ചും കൂടെ അതിൻ്റെ സൈസ് വലുതാനും കാണാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതാണ് കേട്ടോ നല്ലത്. നമ്മൾ ഉണ്ടാക്കി ഉടനെ ഫ്രൈ ചെയ്യാതെ കുറച്ച് സമയം ഇത് മാറ്റി വെക്കണം. ഞാൻ ഒന്ന് സാമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഏത് രീതിയിലാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൽ ഒന്ന് സാമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഞാൻ ഇതുപോലെ പുതിയ സ്നാക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് അവർക്ക് ഒന്ന് സാമ്പിളായിട്ട് കൊടുക്കും. അവർക്ക് ഇട്ടതാണെങ്കിൽ നമ്മളോട് വീണ്ടും ഓർഡർ തരും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കും നല്ല ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കമൻറ്റിലൂടെയോ പേഴ്സണലിലോ ആയിട്ടും. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്ന ആളാണ് അനീസ. അപ്പോൾ ആൾക്ക് ഒരു വലിയൊരു താങ്ക്സ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല റെസിപ്പി അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞു തരണേ. ഇതിൻ്റെ പേര് തുറക്കലപ്പം എന്നാണ് കേട്ടോ. അപ്പോൾ തുറക്കൽ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത്. എന്തായാലും എനിക്കറിയില്ല കൂടുതലൊന്നും. അപ്പോൾ ഇത് നമ്മൾക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒരു ഒരു കുറച്ച് സമയം ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതുപോലുള്ള സ്നാക്ക് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സൈസ് വലുതാവും. അപ്പോൾ ഇതാ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. ഫ്ലെയിം കൂട്ടാൻ പാടില്ല, കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുമല്ല നല്ലോണം ആ ഒരു സൈസ് ഡബിളായിട്ട് വരണമെങ്കിൽ നമ്മളിത് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഇനി ഇതാ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറായപ്പോൾ നമുക്കെല്ലാം കോരിയെടുക്കാം. പിന്നെ നമ്മൾക്ക് ഇന്ന് ഉണ്ടാക്കാൻ ഇതാ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുണ്ടായിരുന്നു, കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ എഗ് മാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇറാനി പോളയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാനി പോള ഒരുപാട് ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിൽ സന്തോഷമായി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടല്ലോ, അതിൻ്റെ പുതിയൊരു വേർഷനായിട്ട് പുതിയൊരു ടേസ്റ്റായിട്ട് ഞാനൊരു പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അത് വരാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ തുറക്കലപ്പം. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒന്ന് വേവിച്ചിട്ട് മതി എന്ന് വിചാരിക്കുന്നു. കാരണം അത് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് വന്നു ചിക്കന്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.